ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ 2020 പരമ്പരയിലെ മൂന്നാം മത്സരം റെക്കോർഡുകൾ കടപുഴക്കിയാണ് അവസാനിച്ചത്. ഇരു ടീമുകളിൽ നിന്നും ബാറ്റിംഗ് വെടിക്കെട്ട് കണ്ട മത്സരം ഒടുവിൽ ടൈയിൽ കലാശിച്ച ശേഷം ആദ്യ സൂപ്പർ ഓവറിലും വിജയിയെ തീരുമാനിക്കാനാകാതെ രണ്ടാം സൂപ്പർ ഓവറിലേക്ക് കടക്കുകയായിരുന്നു. രോഹിത് ശർമ്മ, റിങ്കു സിംഗ് റെക്കോർഡ് കൂട്ടുകെട്ടടക്കം നിരവധി റെക്കോർഡുകളാണ് ഈ മത്സരത്തിൽ പിറന്നത്. ഈ മത്സരത്തിലെ റെക്കോർഡുകളിലേക്ക് നമുക്കൊന്ന് കടക്കാം. ഒന്നാമതായി അന്താരാഷ്ട്ര മത്സരത്തിലെ ആദ്യ ഡബിൾ സൂപ്പർ ഓവർ. അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ ആദ്യ ഡബിൾ സൂപ്പർ ഓവറാണ് ഇന്ത്യ അഫ്ഗാനിസ്ഥാൻ മത്സരത്തിൽ പിറന്നത്. 2019 ഏകദിന ലോകകപ്പ് ഫൈനൽ വിവാദത്തിന് ശേഷമാണ് വിജയികളെ തീരുമാനിക്കാൻ ഒന്നിലേറെ സൂപ്പർ ഓവറുകളെന്ന തീരുമാനം വന്നത്. ഈ നിയമം വന്ന ശേഷം 15-ൽ അധികം മത്സരങ്ങൾ ടൈയിൽ കലാശിച്ചിട്ടുണ്ട്. ആ മത്സരങ്ങളിലെല്ലാം ആദ്യ സൂപ്പർ ഓവറിൽ തന്നെ വിജയികളുടെ കാര്യം തീരുമാനമായിരുന്നു. രണ്ടാമതായി 2020 ക്രിക്കറ്റിൽ ഇന്ത്യയുടെ റെക്കോർഡ് കൂട്ടുകെട്ട്. മത്സരത്തിൽ രോഹിത് ശർമ്മയും റിങ്കു സിംഗും ചേർന്ന് പടുത്തുയർത്തിയത് വേർപിരിയാത്ത 190 റൺസിന്റെ കൂട്ടുകെട്ടായിരുന്നു. 2020ൽ ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ടാണിത്. രോഹിത് 69 പന്തിൽ 8 സിക്സും 11 ഫോറുമടക്കം 121 റൺസോടെ പുറത്താകാതെ നിന്നു. 36 പന്തുകൾ നേരിട്ട റിങ്കു സിംഗ് 6 സിക്സറും 2 ഫോറുമടക്കം 69 റൺസ് എടുത്തു. അഞ്ചാം വിക്കറ്റിൽ വെറും 95 പന്തുകളിൽ 190 റൺസാണ് ഇരുവരും ചേർന്ന് അടിച്ചെടുത്തത്. 2002ൽ ഡബ്ലിനിൽ അയർലൻഡിനെതിരെ സഞ്ജു സാംസണും ദീപക് ഹൂഡയും ചേർന്നെടുത്ത 176 റൺസിന്റെ കൂട്ടുകെട്ടാണ് ഇതോടെ പഴങ്കഥയായത്. മൂന്നാമതായി രോഹിത്തിന്റെ ഉയർന്ന സ്കോർ. 2020 ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ഉയർന്ന സ്കോറും ഈ മത്സരത്തിൽ പിറന്നു. 121 റൺസെടുത്ത രോഹിത് ശർമ്മ 2020ൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഉയർന്ന നാലാമത്തെ വ്യക്തിഗത സ്കോർ എന്ന നേട്ടവും സ്വന്തമാക്കി. 126 റൺസെടുത്ത ശുഭ്മൻ ഗില്ലിന്റെ പേരിലാണ് ഒരു ഇന്ത്യക്കാരന്റെ ഏറ്റവും ഉയർന്ന സ്കോർ. ഋതുരാജ് ഗെയ്ക്വാദ് 123, വിരാട് കോഹ്ലി 122 എന്നിവരാണ് ആദ്യ 3 സ്ഥാനങ്ങളിൽ. 5 2020 ഇന്റർനാഷണൽ സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമെന്ന റെക്കോർഡ് രോഹിത് ശർമ്മ സ്വന്തമാക്കി. അന്താരാഷ്ട്ര 2020ൽ രോഹിത്തിന്റെ 5ാം സെഞ്ചുറിയായിരുന്നു ഈ മത്സരത്തിൽ പിറന്നത്. 2020ൽ 5 സെഞ്ചുറികൾ നേടുന്ന ആദ്യ താരമെന്ന നേട്ടവും രോഹിത് സ്വന്തമാക്കി. 4 സെഞ്ചുറികൾ വീതം നേടിയിട്ടുള്ള സൂര്യകുമാർ യാദവിനെയും ഗ്ലെൻ മാക്സ്വെല്ലിനെയുമാണ് രോഹിത് പിന്നിലാക്കിയത്. 2020ൽ ഒരു ഓവറിൽ ഏറ്റവും കൂടുതൽ റൺസ്. മത്സരത്തിൽ കരീം ജന്നത്ത് എറിഞ്ഞ അവസാന ഓവറിൽ 36 റൺസാണ് രോഹിത് ശർമ്മയും റിങ്കു സിംഗും ചേർന്ന് അടിച്ചെടുത്തത്. ജന്നത്ത് എറിഞ്ഞ ഒരു നോബോളും ഇതിൽ നിർണായകമായി. 2020ൽ ഒരു ഓവറിൽ 36 റൺസ് പിറക്കുന്നത് ഇത് 3ാം തവണയാണ്. 2007ൽ പ്രഥമ 2020 ലോകകപ്പിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യൻ താരം യുവരാജ് സിംഗ് സ്റ്റുവർട്ട് ബ്രോഡിന്റെ ഒരു ഓവറിൽ തുടർച്ചയായി 6 പന്തുകളും സിക്സർ നേടി 36 റൺസ് നേടിയിരുന്നു. 2012ൽ ശ്രീലങ്കയ്ക്കെതിരെ വെസ്റ്റ് ഇൻഡീസിന്റെ വെറ്ററൻ താരം കീറോൺ പൊള്ളാർഡ് അഖില ധനഞ്ജയ്ക്കെതിരെയും 36 റൺസ് അടിച്ചിരുന്നു. മത്സരത്തിൽ തകർന്ന മറ്റു ചില റെക്കോർഡുകൾ കൂടി പരിശോധിക്കാം. രോഹിത്തും റിങ്കുവും ചേർന്ന് നേടിയ 190 റൺസിന്റെ അപരാജിത കൂട്ടുകെട്ടാണ് 2020ൽ 5ാം വിക്കറ്റിലോ അതിനു താഴെയോ ഉള്ള ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട്. മുൻപ് ഹോങ്കോങ്ങിനെതിരെ നേപ്പാളിനു വേണ്ടി ദീപേന്ദ്ര ഐറിയും കുശാൽ മല്ലയും ചേർന്ന് നേടിയ 145 റൺസിന്റെ കൂട്ടുകെട്ടാണ് പഴങ്കഥയായത്. 3 മത്സരങ്ങളടങ്ങിയ പരമ്പരയിലെ സമ്പൂർണ്ണ വിജയത്തോടെ ഇന്ത്യ 2020ലെ തങ്ങളുടെ 9ാം വൈറ്റ് വാഷാണ് കുറിച്ചിരിക്കുന്നത്. ക്രിക്കറ്റിന്റെ ചെറിയ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ തവണ പരമ്പര തൂത്തുവാരുന്ന താരങ്ങളെന്ന റെക്കോർഡിൽ 8 തവണ നേടിയിട്ടുള്ള പാകിസ്ഥാനെ മറികടന്ന് ഇന്ത്യ 1ാം സ്ഥാനത്തെത്തി. 2020ൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ നായകനെന്ന റെക്കോർഡ് ഇപ്പോൾ രോഹിത്തിന്റെ പേരിലാണ്. വിരാട് കോഹ്ലിയുടെ പേരിലുണ്ടായിരുന്ന 1570 റൺസിന്റെ റെക്കോർഡാണ് രോഹിത് മറികടന്നത്. 50 2020കളിൽ നിന്ന് രോഹിത് ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതുവരെ 1648 റൺസ് നേടിയിട്ടുണ്ട്. ബാബർ അസമിന് ശേഷം ക്യാപ്റ്റൻ എന്ന നിലയിൽ 3 2020 സെഞ്ചുറികൾ നേടുന്ന രണ്ടാമത്തെ ക്യാപ്റ്റൻ എന്ന നേട്ടവും രോഹിത് ശർമ്മ ഈ മത്സരത്തോടുകൂടി സ്വന്തമാക്കി. ഇതിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട റെക്കോർഡ് ഏതാണ്? കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുമല്ലോ. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.